വെയിറ്റേറിൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന ആൾക്കാർ. മീൻ പൊള്ളിച്ചതിന് മസാല പോലെ തന്നെയാണ് കേട്ടോ. സിമിലർ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. പനീറാണ്, മീനല്ല. നമസ്കാരം. നമ്മൾ കൊച്ചിയിൽ തന്നെയാണ്. കൊച്ചിയിൽ തന്നെ കാരണകോടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കൊങ്ങിണി ക്ഷേത്രമുണ്ട്. ഇവിടെ വിഷ്ണുവിൻ്റെ 2 അവതാരങ്ങളാണുള്ളത്. ഇത് തമ്മനോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സൗത്ത് ജനതാ റോഡിൽ തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊങ്ങിണി രുചികൾ കിട്ടുന്ന ഒരു കടയുണ്ട്, ശ്രീ വിനായക. നമ്മൾ അവിടെ പോയി കുറച്ച് കൊങ്ങിണി രുചികളും വെജിറ്റേറിയനാണ്. അപ്പം വെജിറ്റേറിയൻ രുചികൾ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് കുറേ ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ്. പോയി നോക്കാം അല്ലേ, വാ. അങ്ങനെ നമ്മൾ ശ്രീ വിനായക കേറ്ററിംഗ് ആൻഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ കിച്ചണിൽ തന്നെ കയറിയിരിക്കുകയാണ്. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പുറകിലായിട്ട് പാചകം നടക്കുന്നുണ്ട്. അതിനകത്ത് സോയാബീൻ്റെയും അതുപോലെ തന്നെ മഷ്റൂം പെപ്പറിൻ്റെയും ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു സൈഡിൽ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ പൊറോട്ടയ്ക്ക് ചേച്ചി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി തന്നെയാണ് പൊറോട്ട അടിക്കുന്നതും വീശുന്നതും പരത്തുന്നതും ചുടുന്നതും എല്ലാം പുള്ളിക്കാരി തന്നെയാണ്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ചേട്ടൻ, അതായത് ശിവേട്ടൻ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെ പച്ചക്കറികൾ അരിയുന്നു. ഇവർ ഫാമിലി ആയിട്ട് ശിവേട്ടനും ഭാര്യയും മക്കളും അവരാണ് കേട്ടോ അധ്വാനിക്കുന്ന ഒരു കുടുംബം. ശരിക്കും എല്ലാവരും എല്ലാ കാര്യത്തിലും ഉണ്ട്. പാചകം ചെയ്യാനാണെങ്കിലും വിളമ്പാനാണെങ്കിലും കുറേയേറെ ഓർഡർ വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് ഓൾമോസ്റ്റ് കാറ്ററിംഗ് വരാറുണ്ട്, കുറേ ഇവന്റ് വരാറുണ്ട്. അല്ലാതെ പാഴ്സലായിട്ട് ഇവിടെ മെയിനായിട്ട് പാർസലാണ്. പണ്ട് കാലം മുതൽ ഇവിടെ പാർസലായിരുന്നു. പിന്നെ ഇപ്പോൾ 4-5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഡൈനിങ്ങും സോഷ്യൽ മീഡിയ വഴി നിങ്ങളെപ്പോലെയുള്ള ഇൻഫ്ലുവൻസർ വന്നിട്ട് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നമുക്ക് മിക്ക സമയത്തും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അതാണ് ഏറ്റവും നമ്മൾ സ്റ്റാഫ് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങനെ ചെയ്യണേണിത്. ഈവൺ എല്ലാം ക്ലീനിങ് കട്ടിങ് എല്ലാം ഞങ്ങനെ സർവീസും പ്രിപ്പറേഷനും എല്ലാം ഞങ്ങനെ ചെയ്യണം. വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ, നോൺ വെജ് പ്രതീക്ഷിക്കേണ്ട. വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊങ്ങിണി രുചികളെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ കൊങ്ങിണി രുചികൾ സ്പെഷ്യലായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം. അതെ, കൊങ്ങിണി രുചികൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ സദ്യകളൊക്കെ കൊങ്ങിണി രുചി തന്നെയാണ് എല്ലാം ചെയ്യാറ്. പിന്നെ ഓണസദ്യ ചെയ്യാറുണ്ട് ഓണത്തിന്. പിന്നെ നമുക്ക് മെയിനായിട്ട് തന്നെ നമ്മുടെ കാരണം ഈ കൊങ്ങിണി വിഭാഗങ്ങളുടെ കല്യാണം, അതേപോലത്തെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, പിന്നെ റിസപ്ഷൻ, അതെല്ലാം ചെയ്യാറുണ്ട്. എന്നാലും എല്ലാവരും അതെല്ലാ ദിവസം വീട്ടിൽ ചെയ്യണതുകൊണ്ട് എല്ലാവർക്കും ഒരു ചേഞ്ച്, വെയിറ്റേറിൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന ആൾക്കാർ. അവർക്ക് വേണ്ടിയാണ് ഇത് ഇത്രയും നാളായിട്ട് നമ്മൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഹണി ഗ്ലേസ്ഡ് മഷ്റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ പെപ്പർ മഷ്റൂം ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, നമ്മുടെ സോയ റോസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഇടിയപ്പം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇടിയപ്പം ഉണ്ട്. പിന്നെ ഇപ്പൊ പഴംപൊരി സോയാണ് ഇവിടെ മെയിനായിട്ട് ഒരു കോമ്പിനേഷൻ. ബീഫ് സോയ എന്നോ ബീഫ് പഴംപൊരി എന്ന് പറഞ്ഞ പോലെ ഒരു ട്രെൻഡാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എനിക്ക് ഇത് സജസ്റ്റ് ചെയ്ത് ആരാന്നറിയോ? നമ്മുടെ ജാഫറാണ്. ജാഫർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ജാഫറിന്റെ ഒപ്റ്റിക്കൽസ്. ജാഫർ ഇവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ്. കഴിച്ചിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, വിജയേട്ടാ ഇവിടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഇവർ എന്നോട് കോൺടാക്ട് ചെയ്തിരുന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വരാൻ നിന്ന ദിവസം ഇവർക്ക് തൃശ്ശൂർ എന്തോ പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ഈവൻ കഴിഞ്ഞ കലോത്സവത്തിന് നമുക്ക് പഴയുടെ നമ്പൂതിരിയായിട്ട് ചെറിയൊരു ഇവന്റ് കിട്ടി. നമ്മുടെ ലൈഫിൽ ഒരു സ്വപ്നം പോലെ പോയ സംഭവം. കൊങ്ങിണി വിഭവം നമ്മുടെ ഒരു കൊങ്ങിണി ഇവിടെ മറ്റേ എക്മേളി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ വേറെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അവരുടെ പേര് എൻ്റെ വായിൽ മുന്നില്ല. അപ്പൊ കൊങ്ങിണി വിഭാഗക്കാരുടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ അടക്കണ്ടായി ഈ കുത്താപ്പാടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച്. അപ്പോൾ അവിടെ ഇങ്ങേരായിരുന്നു അതിൻ്റെ വിശിഷ്ടാതിഥി. അപ്പോൾ 10-60 കൗണ്ടർ ഉണ്ടായി. എല്ലായിടത്തും പുള്ളി നടന്ന് ലാസ്റ്റ് നമ്മുടെ ഒരു ദോശ നവധാന്യ ദോശയായിരുന്നു. അത് പറഞ്ഞാൽ പുള്ളിക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ പുള്ളി അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ പുള്ളി ഒരു ഓഫർ തന്നു, ഒരു 10,000 ദോശ ചെയ്യണം, നിങ്ങൾക്ക് പറ്റുമോ? അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഫാമിലിയാണ്, സ്റ്റാഫൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഒരു ഓഫർ അപ്പം തന്നെ ചെയ്തു. ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അത് ഭംഗിയായിട്ട് നടന്നു.
ഏതായാലും നമുക്കും ഇരിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വന്നാൽ ഇരിക്കാൻ ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ എവിടെയാണെന്നാൽ ഇരുന്ന് കഴിക്കാം. എനിക്ക് ആ മഷ്റൂം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പഴംപൊരിയും സോയയും കൂടെ കഴിക്കണമെന്ന്. ഇതാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പ്ലാൻ. ഇവിടെ മെയിനായിട്ട് വന്നത് ചേച്ചിയുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ വന്നത്. ചേച്ചിയുടെ പൊറോട്ട കടയെന്ന പേരാണ് ഇപ്പൊ ആകണത് ആയിട്ട്. അപ്പൊ എന്നാ പിന്നെ ചേച്ചിയുടെ പൊറോട്ട കടയിൽ പൊറോട്ടയും നമുക്ക് ട്രൈ ചെയ്യണം. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് പൊറോട്ടയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ശരി, നമ്മൾ മേലെ ശരി, താങ്ക് യു. അതെ, നോയമ്പ് സമയമാണ്. നിങ്ങൾക്ക് പഴംപൊരിയും ബീഫും കഴിക്കണമെന്ന് തോന്നി, അല്ലെന്നുണ്ടെങ്കിൽ മീൻ പൊള്ളിച്ചത് കഴിക്കണമെന്ന് തോന്നി, നോയമ്പായതുകൊണ്ട് ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇവിടെ പഴംപൊരി ഉണ്ട്, ബീഫിന് പകരം സോയാ റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചതിന് പകരം പനീർ പൊള്ളിച്ചതുണ്ട്. പനീർ പൊള്ളിച്ചത് നമ്മളിങ്ങനെ ഇല അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ പനീറാണ് കേട്ടോ. ഒരു സ്ലാബ് പനീർ എന്ന് വേണേൽ പറയാം അല്ലേ. ഒരു സ്ലാബ് പനീറുണ്ട്. അത് പുറത്ത് മസാലയൊക്കെ നിറച്ച്, പുറത്തും അടിയിലും ഒക്കെ മസാലയൊക്കെ നിറച്ച് ഇലയിൽ പൊള്ളിച്ച് നമുക്ക് വന്നിരിക്കുക. അതുപോലെ തന്നെ ഇത് ഹണി ഗ്ലേസ്ഡ് ബേബി കോൺ ആണ്. ഇപ്പുറത്ത് മഷ്റൂം പെപ്പറാണ്. ഇപ്പോൾ തുടങ്ങല്ലേ, ഓരോ പൊറോട്ടയും നമ്മളങ്ങ് തുടങ്ങാണ്. ഓരോ പൊറോട്ട എടുക്കുന്നു, ആ കൂടെ തന്നെ ഹണി ഗ്ലേസ്ഡ്. ഹണി കഴിക്കുമോ അതോ ഏത് പെപ്പർ? അപ്പോൾ ഞാൻ ഹണി ഗ്ലേസ്ഡ് ബേബി കോൺ എടുക്കാം. പെപ്പർ മഷ്റൂമും എടുത്തു, ഹണി ഗ്ലേസ്ഡ് ബേബി കോണും എടുത്തു, പൊറോട്ട എടുത്തു. പക്ഷേ എനിക്ക് തുടങ്ങേണ്ട ഇതൊന്നുമല്ല. ഞാൻ മനസ്സ് മാറ്റി, എനിക്ക് പനീറേന്ന് തുടങ്ങണം. ഇതാ ഇത് കണ്ടോ, പനീറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പീസുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ആ മസാല കൂട്ടിങ്ങെടുത്തേ. മീൻ പൊള്ളിച്ചതിൻ്റെ മസാല പോലെ തന്നെയാണ് കേട്ടോ, അല്ലേ? മീൻ പൊള്ളിച്ചതിൻ്റെ മസാല പോലെ തന്നെയാണ്. പനീറാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. സിമിലർ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. പനീറാണ്, മീനല്ല, അത്രേ ഉള്ളൂ. കൊള്ളാം കേട്ടോ. പൊറോട്ടയുടെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല മുരിഞ്ഞ ചേച്ചി ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. ചേച്ചിയുടെ പൊറോട്ട കഴിക്കാനായിട്ട് തന്നെയാണ് ഇവിടെ ആൾക്കാർ വരുന്നതെന്നാണ് പറഞ്ഞത്. ആ കൊള്ളാം. അതെ, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മഷ്റൂമിൻ്റെ സ്ഥാനത്ത് ബേബി കോണെന്നും ബേബി കോണിൻ്റെ സ്ഥാനത്ത് മഷ്റൂം എന്നും പറഞ്ഞത്. ഒന്ന് ഹണി ഗ്ലേസ്ഡ് ആണ്, ഹണി ഗ്ലേസ്ഡ് മഷ്റൂമാണ്. മറ്റേത് പെപ്പർ ബേബി കോണാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഇച്ചിരി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇച്ചിരി മഷ്റൂം എടുത്ത് നോക്കട്ടെ. ഒത്തിരി മധുരമല്ല, ലൈറ്റായിട്ടൊരു മധുരമുണ്ട്. അതിൻ്റെ കൂടെ ആ മഷ്റൂമിൻ്റെ ടേസ്റ്റും പൊറോട്ടയോടെ നന്നായിട്ട് പോകും. പൊറോട്ടയോടെ പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, ഈ പൊളിച്ചാണ്. കോണാണോ? കോൺ, പെപ്പർ കോൺ അല്ലേ? നോക്കട്ടെ, പെപ്പർ കോൺ ഒന്ന് കഴിച്ചോട്ടെ. കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് ചുമ്മാ ഇന്ന് കഴിക്കാൻ തോന്നുന്നു അല്ലേ, നാരങ്ങാവെള്ളത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അതെ, ഞാൻ പറഞ്ഞ നാരങ്ങാവെള്ളത്തെ വന്നു, സോഡ ലൈം. സുഖം. എനിക്ക് ഈ ഹണി ഗ്ലേസ് മഷ്റൂം ഇഷ്ടമായി. എനിക്ക് മറ്റേ പെപ്പറിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹണി ഗ്ലേസ് മഷ്റൂമാണ്. ഫാബിൻ, എങ്ങനെയുണ്ട് പൊതുവെ രുചികൾ? ഞാൻ വന്നപ്പോൾ ദോശ സാധനം പ്രതീക്ഷിച്ചത്, പക്ഷേ ഇപ്പോൾ മഷ്റൂം ബേബിക്കോൺ ഇറ്റ്സ് വെരി ടേസ്റ്റി. അതും ഒരു ചൈനീസും പിന്നെ ഒരു ഡ്രൈ ടേസ്റ്റ് ഇസ് റിയലി നൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് കയറി. പഴംപൊരി, അതുപോലെ തന്നെ സോയ റോസ്റ്റ്. സോയാബീനുണ്ട്. നമ്മളേ കോഴിക്കോടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡായിട്ട് ഈ സോയ റോസ്റ്റ് കിട്ടുന്നതാണ് ചില സ്ഥലങ്ങളിൽ. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും പഴംപൊരി ഇങ്ങനെ മുറിച്ചിട്ട് ആ സോയ റോസ്റ്റിൻ്റെ കൂടെ കൂട്ടി അങ്ങ് പിടിക്കുകയാണ്.
ഇതും കൊള്ളാം അല്ലേ? കറി കൊള്ളാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ പനീർ പൊളിച്ചതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പനീർ പൊളിച്ചതാണ്. അത് കഴിഞ്ഞ് ഹണി ഗ്ലേസ്ഡ് മഷ്റൂം. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റെല്ലാം തന്നെ നല്ലതാണ്, പക്ഷേ ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതായാലും ഒത്തിരി വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞാലും നടന്ന് കയറണം. ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ഇരിക്കാൻ പറ്റും. ഒത്തിരി പേര് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഫ്ലോറിലൊക്കെ വന്നിരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇച്ചിരി അകത്തോട്ട് വരണം. പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങൾ ഇച്ചിരി ലിമിറ്റഡാണ്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടുകയും ചെയ്യും. ഇവരുടെ എക്സാക്ട് ലൊക്കേഷനും ഇവരുടെ നമ്പറും അതുപോലെ തന്നെ ഈ വില വിവരങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ടൊന്നിച്ച് പോവാം അല്ലേ ഫാമിനെ? പിന്നല്ല, സന്തോഷമായിട്ടൊന്നിച്ച് പോവാം. തൽക്കാലത്തേന് ബൈ.